അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പഠിതാക്കളെ, സൂറത്തുൽ മാഇദയിലെ 22-23 ആയത്തുകളുടെ വോയിസ് നോട്ടാണ് ഇന്ന് അയക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين. 22-ാം ആയത്ത്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. നിങ്ങളിൽ അവൻ പല നബിമാരെ ഏർപ്പെടുത്തുകയും നിങ്ങളെ അവൻ രാജാക്കളാക്കുകയും ചെയ്തിരിക്കെ ലോകരിൽ നിന്ന് ഒരാൾക്കും അവൻ നൽകിയിട്ടില്ലാത്തത് നിങ്ങൾക്കവൻ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ 23-ാം വചനം: യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദൂ അലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച് രേഖപ്പെടുത്തി തന്നതായ ആ പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. നിങ്ങൾ പിന്നോക്കം മടങ്ങിപ്പോരുകയും ചെയ്യരുത്, എന്നാൽ നിങ്ങൾ നഷ്ടക്കാരായി മാറുന്നതാണ്. ആയത്തുകളുടെ വിശദീകരണം ഇപ്രകാരമാണ്: ലോകത്ത് ഇതര സമുദായങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും സംസ്കാര സമ്പന്നരും പരിഷ്കൃതരുമായിരുന്നു ഇസ്രായേൽ ജനത. അതേസമയത്ത് അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും ഒരു നീണ്ട പാരമ്പര്യവും അവർക്കുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് നൽകിയ സതുപദേശങ്ങൾ, താക്കീതുകൾ, ശാസനകൾ, നിർദ്ദേശങ്ങൾ ആദിയായവയെപ്പറ്റി ഖുർആനിൽ വളരെയധികം സ്ഥലങ്ങളിൽ വിവരിച്ചു കാണാം. ബൈബിൾ പരിശോധിച്ചാൽ അവയുടെ ആധിക്യം കണ്ട് നാം വിസ്മയിച്ചു പോകും. ആ പ്രവാചകവര്യൻ അവർക്ക് നൽകിയ ചില ഉപദേശങ്ങളാണ് ഈ വചനങ്ങളിലുള്ളത്. എത്ര ഹൃദയസ്പൃക്കായ ശൈലിയിലാണ് അദ്ദേഹം അവരെ അഭിമുഖീകരിക്കുന്നതെന്ന് നോക്കുക. താഴെ കാണാവുന്ന പ്രകാരം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ഫലസ്തീൻ ഭൂമിയിലെ ശത്രുക്കളുമായി സമരം നടത്തി മുന്നോട്ട് നീങ്ങുവാൻ അവർ വിസമ്മതിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നത്. ആദ്യം അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ മൊത്തത്തിലും ചിലതിനെപ്പറ്റി പ്രത്യേകവും അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരെ ഉപദേശിക്കുന്നത്. നിങ്ങൾ നന്ദിയും അനുസരണവും കാണിക്കുന്ന പക്ഷം മേലിലും അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്നും ഇല്ലാത്ത പക്ഷം നിങ്ങൾ നന്ദികെട്ടവരായി നാശമടയുകയും ചെയ്യുമെന്നും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. 3 കാര്യങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാം പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കുന്നത്. 1. നിങ്ങളിൽ അല്ലാഹു പല നബിമാരെയും നിയോഗിക്കുകയുണ്ടായിട്ടുണ്ടെന്ന്. ഇസ്രായേല്യരുടെ ഗോത്രപിതാവായ യാക്കൂബ് നബി മുതൽ മൂസാ നബി വരെയും ഇടയ്ക്കിടെ അവർക്ക് മാർഗദർശികളായ പ്രവാചകന്മാർ അവരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുമുണ്ട്. ആ നിലയ്ക്ക് അവർ വളരെ അച്ചടക്കവും അനുസരണവും ഉള്ളവരായി ഇരിക്കേണ്ടതുണ്ടല്ലോ. അതാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അദ്ദേഹത്തിന് ശേഷവും ധാരാളക്കണക്കിൽ പ്രവാചകന്മാർ അവരിൽ ഉണ്ടായിട്ടുണ്ട്. 2. നിങ്ങൾ അവൻ രാജാക്കളായിരിക്കുന്നുവെന്ന്, നിങ്ങളെ അവൻ രാജാക്കളാക്കിയിരിക്കുന്നുവെന്ന്. നിങ്ങളിൽ രാജാക്കളെ ഏർപ്പെടുത്തി എന്നല്ല, നിങ്ങളെ രാജാക്കളാക്കി എന്നാണ് അല്ലാഹു പറഞ്ഞ വാക്ക്. എല്ലാവരും രാജാക്കളല്ലെന്നുള്ളതിനാൽ ഇവിടെ രാജാക്കന്മാർ, മുലൂക്ക് എന്ന വാക്കിന് ഒന്നിലധികം വ്യാഖ്യാനം നൽകപ്പെട്ട് കാണാം. മുമ്പ് നിങ്ങൾ ഫിർഔന്റെ കീഴിൽ അടിമകളും പരാശ്രയരുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരും പരാശ്രയമില്ലാത്തവരുമായിരിക്കുന്നുവെന്നാണ് ഒരു വ്യാഖ്യാനം. അതത് കാലത്തുണ്ടായിരുന്ന നബിമാരുടെയും റസൂലുകളുടെയും കയ്യിലായിരുന്നു അതത് കാലത്തെ സമുദായ നേതൃത്വവും സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്മാരെയും റസൂലുകളെയും ഉദ്ദേശിച്ചു തന്നെയാണ് രാജാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നതും എന്നത്ര മറ്റൊരഭിപ്രായം. മൂസാ നബിക്ക് മുമ്പ് അവരിൽ ചില രാജാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും അവരെ ഉദ്ദേശിച്ചാണ് രാജാക്കളെന്ന് പറഞ്ഞതെന്നും വേറെയും അഭിപ്രായമുണ്ട്. പരാശ്രയം കൂടാതെ സുഖജീവിതം നയിക്കുവാൻ ആവശ്യമായ മാർഗങ്ങളും ഭാര്യ, മക്കൾ, ഭൃത്യന്മാർ മുതലായ സുഖസൗകര്യങ്ങളും ലഭിച്ചവർ എന്ന അർത്ഥത്തിലാണ് രാജാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് 4മതൊരഭിപ്രായവുമുണ്ട്. ഒരുപക്ഷെ ഇവയിൽ ചിലതോ എല്ലാം കൂടിയോ ആയിരിക്കാം ഇവിടെ ഉദ്ദേശ്യമെന്ന് പറയുവാനേ ന്യായം കാണുന്നുള്ളൂ. വല്ലാഹു ആലം. 3. ലോകരിൽ മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പല നന്മകളും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന്. മതസംസ്കാര നാഗരിക തുറകളിലെല്ലാം മറ്റേതു സമുദായത്തെക്കാളും മികച്ചു നിന്നിരുന്ന സമുദായമായിരുന്നു ഇസ്രായേൽ സമുദായം.
കൻആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കാലം കഴിയുന്നതുവരെ അത് നീണ്ടുനിന്നു. അദ്ദേഹത്തിന് ശേഷം ക്രമേണ അവരുടെ പഴയ പ്രതാപവും പ്രശസ്തിയും നശിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമയുടെ കൈക്ക് അവർ തങ്ങളുടെ പഴയ പേരും യശസ്സും വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സമുദായത്തിനും കണ്ടനുഭവിക്കാൻ കഴിയാത്ത എത്രയോ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും കണ്ടവരാണവർ. പ്രവാചകത്വ ശൃംഖല മുറിഞ്ഞു പോകാതിരിക്കുന്നത് ഇതിനെല്ലാം മകുടം ചാർത്തുകയും ചെയ്യുന്നു. ഇതെല്ലാമായിരിക്കും ഇവിടെ ഉദ്ദേശ്യമെന്ന് സാമാന്യമായി പറയാം. ഏതായാലും അക്കാലത്തെ സമുദായങ്ങളെ അപേക്ഷിച്ച് അവർക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും സ്ഥാനമാനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് മറ്റാർക്കും നൽകാത്തത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ സാക്ഷാൽ സ്വദേശമായിരുന്ന ഇറാഖിൽ നിന്ന് ഹിജറ പോന്ന് അദ്ദേഹം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കി. അവിടെ വെച്ചാണ് അദ്ദേഹം കാലഗതി പ്രാപിച്ചതും. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം ആ ദേശക്കാരായി തീർന്നു. കുറെ കഴിഞ്ഞപ്പോൾ സൂറത്ത് യൂസുഫിൽ അല്ലാഹു വിവരിച്ച സുപ്രസിദ്ധ സംഭവങ്ങളെ തുടർന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായി തീർന്നതോടെ അദ്ദേഹത്തിന്റെ പിതാവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പൗത്രനുമായ യാക്കൂബ് നബി അലൈഹിസ്സലാം കുടുംബസമേതം ഈജിപ്തിലേക്ക് താമസം മാറ്റി. മുമ്പ് സൂചിപ്പിച്ച പോലെ ആ കുടുംബത്തിലുണ്ടായിരുന്ന പേരും പ്രശസ്തിയും ക്രമേണ നാശോന്മുഖമായി തീർന്നു. ഒടുക്കം അവർ കൊപ്തി വർഗക്കാരായ ഫറോവ രാജാക്കളുടെ ഭരണത്തിൻ കീഴിൽ ഒരു അടിമവർഗമായി തീർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഏറെക്കുറെ 400 കൊല്ലങ്ങൾക്ക് ശേഷം മൂസാ നബി അലൈഹിസ്സലാം ഒന്നിച്ച് ചെങ്കടൽ കടന്ന് ഫിർഔനിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. അവരുടെ പിതൃദേശമായ ഫലസ്തീൻ പ്രദേശം അവർക്ക് വീണ്ടും വാസസ്ഥലമായി ലഭിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാം മുഖാന്തരം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം മുതൽക്കേ ഈ വാഗ്ദാനം നിലവിലുണ്ടായിരുന്നുവെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേല്യർ ഈജിപ്ത് വിട്ട് സീനാ മരുഭൂമിയിൽ വന്ന് താവളമടിച്ചിരുന്ന കാലത്താണ് അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മൂസാ നബി അവരോട്, ജനങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ആ പരിശുദ്ധ ഭൂമിയിൽ പ്രവേശിച്ചുകൊള്ളുവീൻ, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസ എന്ന് പറയുന്നത്. പക്ഷേ വേഗത്തിലങ്ങ് കടന്നു ചെന്ന് കുടിയിരിക്കുവാൻ സാധ്യമല്ലാത്ത പരിതസ്ഥിതിയായിരുന്നു അന്നവിടെയുള്ളത്. അവിടെ അമാലിക്ക വർഗക്കാർ, അമലേക്യർ കുടിയേറിയിരിക്കുകയാണ്. അവരാകട്ടെ ബഹുദൈവാരാധകരും അതികായന്മാരും ശക്തരുമായിരുന്നു. അവരോട് സമരം നടത്തി വിജയിച്ചിട്ട് വേണം ഇസ്രായേല്യർക്ക് അവിടെ പ്രവേശനം ലഭിക്കുവാൻ. ഇസ്രായേല്യരാവട്ടെ അവരുടെ മടിയും ഭീരുത്വവും അനുസരണക്കേടും നിമിത്തം അതിന് തയ്യാറായതുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾ പിന്നോക്കം മടങ്ങിപ്പോരരുതെന്നും പിന്നോക്കം വച്ചാൽ നിങ്ങൾ നഷ്ടക്കാരായി തീരുമെന്നും പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഉപദേശത്തിന് അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് തുടർ വചനങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത വോയിസിലൂടെ ആ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. അവർ പറഞ്ഞു, മൂസ, തീർച്ചയായും സ്വേച്ഛാധികാരികളായ അഥവാ പരാക്രമശാലികളായ ഒരു ജനത അവിടെയുണ്ട്. ഞങ്ങളാകട്ടെ അവിടെ നിന്ന് അവർ പുറത്തു പോകും വരേക്കും അവിടെ പ്രവേശിക്കുകയില്ല തന്നെ. ഇനി അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം ഞങ്ങൾ അവിടെ പ്രവേശിക്കുന്നവരാണ്. വിശദീകരണം ഇങ്ങനെയാണ്: അവിടെയുള്ള ആളുകൾ അതിശക്തന്മാരും ക്രൂരന്മാരുമാണ്. അവരോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവിടെ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കാവുകയില്ല. ഏതെങ്കിലും വിധേന അവർ അവിടെ നിന്നൊഴിഞ്ഞു പോയാലല്ലാതെ അങ്ങോട്ട് കടക്കുവാൻ ഒരു കാലത്തും ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ ഒഴിഞ്ഞുപോയാൽ മാത്രം ഞങ്ങൾ അവിടെ പ്രവേശിക്കും. ഇതായിരുന്നു അവരുടെ മറുപടി. ആയത്ത് 25. قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون. ഭയപ്പെടുന്നവരിൽപ്പെട്ട 2 പുരുഷന്മാർ അല്ലാഹു അവരുടെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ അവരുടെ മേൽ ആ വാതിൽ കടന്നു ചെല്ലുവീൻ. അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ അവരെ ജയിക്കുന്നവരായിരിക്കും. 26. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹുവിന്റെ മേൽ മാത്രം നിങ്ങൾ ബലമേൽപ്പിക്കുകയും ചെയ്യുവീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. 27.
قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. അവർ ആ ജനത പറഞ്ഞു, മൂസ, തീർച്ചയായും അവരവിടെ നിലവിലുള്ളപ്പോൾ ഒരിക്കലും ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല തന്നെ. ആകയാൽ നീയും നിന്റെ റബ്ബും പോയിട്ട് നിങ്ങൾ അങ്ങ് യുദ്ധം ചെയ്തുകൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ആയത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: അല്ലാഹു അക്ബർ. എത്ര മൂത്തുപോയ അല്ലെങ്കിൽ മുരത്ത ഹൃദയങ്ങൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്ക് പ്രവേശിക്കുന്നതിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളെ ചെറുത്ത് മുന്നോട്ട് നീങ്ങുവാനും ഇസ്രായേല്യർ ഒരുക്കമില്ലായിരുന്നു. ഹീനതയും ഭീരുത്വവും അനുസരണമില്ലായ്മയും അവരെ അങ്ങേയറ്റം അധപ്പതിപ്പിച്ചിരിക്കുന്നു. ഒഴിവ് കഴിവുകളും പിടിവാശിയുമല്ലാതെ മറ്റൊന്നും അവരിൽ കാണാതായി. അപ്പോൾ ഫലസ്തീനിൽ ചെന്ന് ആ നാടിന്റെയും അവിടെയുള്ള ജനങ്ങളുടെയും സ്ഥിതിഗതികൾ നിരീക്ഷണം ചെയ്തു വരുവാൻ മൂസ അലൈഹിസ്സലാം അവരിലുള്ള പ്രധാനികളുടെ ഒരു സംഘത്തെ നിയമിച്ചയച്ചു. ഈ സംഘത്തെക്കുറിച്ച് 13-ാം വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രസ്തുത സംഘം അന്വേഷണം നടത്തി തിരിച്ചുവന്നു. മിക്കവരുടെയും പ്രസ്താവനകൾ ഇസ്രായേലിലെ കൂടുതലും നിരാശരും ഭീരുക്കളുമാക്കുന്നവയായിരുന്നു. 2 പേർ മാത്രം വസ്തുതകൾ ശരിയാവണ്ണം വിവരിക്കുകയും വിജയസാധ്യത ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇവരെപ്പറ്റിയാണ് ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന, ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട 2 പുരുഷന്മാർ പറഞ്ഞു എന്ന് അള്ളാഹു പ്രസ്താവിച്ചത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ 2 ആളുകളെന്നും ശത്രുക്കളെ ഭയപ്പെടുന്നവരും അതോടുകൂടി സത്യാവസ്ഥ തുറന്നു കാട്ടുന്നവരുമായ 2 ആളുകൾ എന്നും ഈ വാക്കിന് അർത്ഥം ആകാവുന്നതാണ്. ഈ 2 പേരിൽ ഒരാൾ നൂനിന്റെ മകൻ യൂഷഉം മറ്റേത് യഫുന്നായുടെ മകൻ കാലബും ആയിരുന്നുവെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഭൃത്യനും അദ്ദേഹത്തിന് ശേഷം ഇസ്രായേല്യരുടെ നേതൃത്വം കൈവന്ന പ്രവാചകനുമായിരുന്നു യൂഷ നബി അലൈഹിസ്സലാം. കാലബിനെ കൂടുതലൊന്നും അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും അദ്ദേഹവും ഒരു സൽപുരുഷനായിരുന്നുവെന്നതിൽ സംശയമില്ല. അൻഅമല്ലാഹു അലൈഹിമ, അവർ 2 ആളുടെ മേലും അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന വാക്കിൽ നിന്ന് ഇത് വ്യക്തമാണല്ലോ. കാലബ് ഇസ്രായേല്യരെ യഹോവയിൽ അനുസരണമുള്ളവരാക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കുന്ന വിഷയത്തിൽ ധീരനായിരുന്നു. ഒറ്റുകാരിൽ ഇവനും യൂഷഉമാണ് വിശ്വസ്തന്മാർ എന്ന് വേദപുസ്തക നിഘണ്ടുവിലും കണ്ടുവരുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെ ആ നാട്ടിലെ ജനങ്ങൾ ശക്തന്മാരും മല്ലന്മാരും ക്രൂരന്മാരുമൊക്കെ ആയിരുന്നുവെങ്കിലും അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സധൈര്യം പട്ടണത്തിന്റെ പടിവാതിൽ ആക്രമിച്ചുള്ളോട്ട് കടന്നു കഴിഞ്ഞാൽ അവരുടെ വീര്യം നശിച്ചുപോകും. അവരെ പരാജയപ്പെടുത്തി വിജയം വരിക്കുവാൻ നിങ്ങൾക്ക് പിന്നെ പ്രയാസമുണ്ടാവുകയില്ല. നിങ്ങൾ സത്യവിശ്വാസികളും അവർ അവിശ്വാസികളുമാണല്ലോ. നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടും അവന്റെ സഹായം ഉറപ്പിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങുക. വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നൊക്കെയായിരുന്നു ആ 2 മാന്യന്മാർ അവരോട് പറഞ്ഞതിന്റെ സാരം. ഇതൊന്നും ആ നന്ദികെട്ടവരുടെ ഹൃദയം തീണ്ടിയില്ല. ഈജിപ്തിൽ നിന്ന് തുടങ്ങി ഇതപര്യന്തം ആ പ്രവാചകവര്യന്റെ മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൈക്ക് അവർ അനുഭവത്തിൽ കണ്ട് വന്നിട്ടുള്ള വമ്പിച്ച ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊന്നും പാഠം പഠിക്കാത്ത അവർ കേവലം ദുർവാശിക്കാരായ ചെറുകുട്ടികൾ കണക്കെ മൂസാ നബിയോട് പറഞ്ഞു, മൂസ, ആ ജനങ്ങൾ അവിടെയുണ്ടാകുന്ന കാലത്തോളം ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കുകയേയില്ല. കൂടിയേ കഴിയൂ എങ്കിൽ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് അവരെ അവിടെ നിന്ന് തുരത്തിവിടുക. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. അത് കണ്ടതിന് ശേഷമേ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങും. അല്ലാഹു അക്ബർ. അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അവ കല്ലുപോലെയോ അതിനേക്കാൾ കടുപ്പമേറിയതോ ആയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ജനതയെപ്പറ്റിയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 74-ാം വചനത്തിലാണ് ആ പരാമർശമുള്ളത്. നേരെ മറിച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഓർക്കാപ്പുറത്ത് നേരിടേണ്ടി വന്ന അവരുടെ 1-ാമത്തെ യുദ്ധം അവരെ അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ 3 ഇരട്ടി വരുന്നതും സർവ്വസന്നാഹങ്ങളോടുകൂടി ഒരുങ്ങി വന്നതുമായ ശത്രുക്കളുമായി ബദറിൽ വെച്ച് പെട്ടെന്ന് യാതൊരു സന്നാഹവുമില്ലാതെ ഏറ്റുമുട്ടേണ്ട ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് അവർ നൽകിയ മറുപടിയും ഇസ്രായേല്യരുടെ ഈ മറുപടിയും തമ്മിലുള്ള അന്തരം ഒന്നാലോചിച്ചു നോക്കുക. അവർ പറഞ്ഞു, മൂസാ നബിയോട് ഇസ്രായേല്യർ പറഞ്ഞതുപോലെ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തുകൊള്ളുക, ഞങ്ങളിവിടെ ഇരിക്കുക തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയില്ല. അങ്ങന്ന് ബർക്കുൽ ഗിമാദിലേക്ക് തന്നെ ഞങ്ങളെ കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയോടൊപ്പം പോരുവാൻ തയ്യാറാണ്.
ഇബ്നു ഹിബ്ബാൻ വളരെ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടുന്ന ഒരു പ്രദേശമാണ് ബർക്കുൽ ഗിമാദ്. ഇസ്രായേല്യരുടെ ഈ ചരിത്ര സംഭവം ബൈബിളിൽ വളരെ വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇസ്രായേല്യരുടെ കറുത്ത ചരിത്ര സംഭവങ്ങളിലേക്ക് അവരുടെ തന്നെ രേഖകളിൽ അടങ്ങിയിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ എന്ന നിലയ്ക്ക് സന്ദർഭോചിതമായി കാണുന്ന അതിലെ പ്രസക്ത ഭാഗം ഇവിടെ ചുരുക്കി ഉദ്ധരിക്കാം. ഇസ്രായേല്യരുടെ സംഭവബഹുലമായ ആ യാത്രാ വിവരണമധ്യേ സംഖ്യാപുസ്തകം പറയുന്നു, അതിന്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കുവാൻ 12 ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭുക്കളെ അയക്കണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ച പ്രകാരം അവൻ അവരെ അയച്ചു. യെഫുന്നയുടെ മകൻ കാലേവും നൂന്റെ മകൻ ഹോഷെ എന്ന യോശുവായും അടക്കം 12 പ്രഭുക്കളുടെ പേരും വിവരിച്ച ശേഷം അത് തുടരുന്നു. അവിടെ കുടിയിറക്കുന്ന ജനങ്ങളെയും ആ നാട്ടിനെയും സംബന്ധിച്ച എല്ലാ വിവരവും ഒറ്റുനോക്കി മടങ്ങി വന്നു. സർവ്വസഭ മുമ്പാകെ വർത്തമാനമറിയിച്ചു. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങളിതാ: ജനങ്ങൾ ഏറ്റവും ബലവാന്മാരും പട്ടണങ്ങൾ വലുതും ഉറപ്പുള്ളതും തന്നെ. കാലേബ് മുമ്പോട്ട് വന്ന് അത് നമുക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും കൂടെ പോയി എന്നവർ പറഞ്ഞു, നമുക്കവരുടെ നേരെ ചെല്ലുവാൻ കഴിയില്ല. അവർ അതികായകന്മാർ, അവർ ആളെ തിന്നുകളയും. അവിടെ മല്ലന്മാരുടെ സന്തതികളും അനാഖ്യ മല്ലന്മാരുമുണ്ട്. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങളെ വെട്ടുകിളികളെ പോലെ തോന്നി. ഇത് കേട്ട സഭയൊക്കെ നിലവിളിച്ചു. എല്ലാവരും മോശയ്ക്കും അഹറോനും വിരോധമായി പിറുപിറുത്തു. ഞങ്ങൾ മിസ്രയീമിലോ മരുഭൂമിയിലോ മരിച്ചുപോയിരുന്നെങ്കിൽ വാളാൽ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഞങ്ങളെ അവിടെ നിന്ന് എന്തിനു കൊണ്ടുവന്നു? ഞങ്ങളുടെ ഭാര്യമാരും കുട്ടികളും കൊള്ളയടിക്കപ്പെടുമല്ലോ. അപ്പോൾ മോശയും അഹറോനും സഭയുടെ മുമ്പാകെ കവിന്നു വീണു. യോശുവയും കാലേബും വസ്ത്രം കീറി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം ഏറ്റവും നല്ലത് തന്നെ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമുക്കത് തരും. നിങ്ങൾ യഹോവയോട് മത്സരിക്കരുത്, ആ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്കിരയാകുന്നു. യഹോവ നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് നമുക്കവരെ ഭയപ്പെടേണ്ടതില്ല. ജനങ്ങളുടെ മറുപടി അവരെ കല്ലെറിയണം എന്നായിരുന്നു. സംഖ്യാപുസ്തകം അധ്യായം 13, 14 ഭാഗത്താണ് ഈ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 28 മുതലുള്ള വോയിസ് നോട്ടുകൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين. അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബേ, തീർച്ചയായും ഞാൻ എൻ്റെ സ്വന്തത്തെയും എൻ്റെ സഹോദരനെയും അല്ലാതെ അധീനമാക്കുന്നില്ല. ആകയാൽ ഞങ്ങളുടെയും ഈ ധിക്കാരികളായ ജനതയുടെയും ഇടയിൽ നീ വേർപെടുത്തി തരണമേ. വിശദീകരണം: എത്ര വേദനാനിർഭരമായ പ്രാർത്ഥന! എത്ര തന്നെ ഉപദേശിച്ചിട്ടും എന്തുതന്നെ കണ്ടനുഭവിച്ചിട്ടും അനുസരണഭാവം കാണിക്കാത്ത മുരട്ടുശീലരായ ആ ജനതയുടെ മറുപടി കേട്ട് മൂസാ നബി അലൈഹിസ്സലാം മനം നൊന്തുകൊണ്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ റബ്ബേ, എൻ്റെ സ്വന്തം ദേഹവും എൻ്റെ സുഖദുഃഖങ്ങളിൽ ആദ്യന്തം പങ്കുകൊണ്ടുവരുന്ന എൻ്റെ സഹോദരൻ ഹാറൂനുമല്ലാതെ മറ്റാരും എനിക്ക് വഴങ്ങാതായിരിക്കുന്നു. ഞങ്ങളുടെ കാര്യമല്ലാതെ ഈ ജനതയുടെ കാര്യങ്ങളൊന്നും എൻ്റെ നിയന്ത്രണത്തിന് അധീനമല്ലാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇരു കൂട്ടർക്കുമിടയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കി കാര്യം കലാശിപ്പിച്ചു തരേണമേ. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് 29-ാം വചനത്തിൽ കാണുന്നത്. قال فإنها محرمة عليهم 40 سنة قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. അവൻ റബ്ബ് പറഞ്ഞു, എന്നാൽ നിശ്ചയമായും അത് ആ രാജ്യം അവരുടെ മേൽ 40 കൊല്ലം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്നു. അവർ ഭൂമിയിൽ അന്തം വിട്ടലഞ്ഞു നടക്കും. ആകയാൽ ആ ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ വ്യസനപ്പെടരുത്. വിശദീകരണം: അവരുടെ ധിക്കാരത്തിനും മർക്കടമുഷ്ടിക്കും ഈ ഐഹിക ജീവിതത്തിൽ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ ഒരു ശിക്ഷയാണത്. 40 കൊല്ലം അവർ ഈ ഭൂമിയിൽ സീനാ മരുഭൂമിയിൽ വട്ടം കറങ്ങിക്കൊണ്ട് കഴിഞ്ഞുകൂടട്ടെ എന്ന്. അതെ, അപ്പോഴേക്ക് ആ ദുഷിച്ച തലമുറ നാശമടയും. അവരുടെ ഇളം തലമുറ രംഗത്ത് വരികയും ചെയ്യും. അപ്പോൾ അവർക്ക് പുതിയൊരു ചൈതന്യവും ആവേശവും ഉണ്ടായിക്കൊള്ളും. അങ്ങനെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പുണ്യഭൂമി ജയിച്ചടക്കുവാനും തങ്ങളുടെ അവകാശം വീണ്ടെടുക്കുവാനും അവർക്ക് സാധിച്ചുകൊള്ളും. അതുകൊണ്ട് ഇപ്പോൾ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവരെപ്പറ്റി വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് സാരം.
അങ്ങനെ സീനാ വനാന്തരങ്ങളിലും മരുഭൂമി പ്രദേശങ്ങളിലുമായി ലക്ഷ്യമില്ലാതെ അലഞ്ഞുതിരിഞ്ഞുകൊണ്ട് 40 കൊല്ലം ഇസ്രായേല്യർ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഇതിനിടയിൽ പലതും അവരിൽ സംഭവിച്ചു. 40 കൊല്ലം കഴിയാറായപ്പോഴേക്കും അവിടെ വെച്ച് ശത്രുക്കളുമായി പല ഏറ്റുമുട്ടലുകളും കഴിഞ്ഞ് പതുക്കെ അവർ മുന്നേറിക്കൊണ്ടിരുന്നു. ഇതിനിടെ ബൈബിളിന്റെ കണക്ക് പ്രകാരം മിസ്രയീമിൽ അഥവാ ഈജിപ്തിൽ നിന്ന് പോന്ന 40-ാം കൊല്ലം 5 മാസം കഴിഞ്ഞ് ഹോർ പർവ്വതത്തിൽ വെച്ച് ജബൽ ഹൂർ പർവ്വതത്തിൽ വെച്ച് ഹാറൂൻ അലൈഹിസ്സലാം കാലഗതി പ്രാപിച്ചു. സംഖ്യ 33-38. അധികം താമസിയാതെ ഏറെക്കുറെ 6 മാസം കഴിഞ്ഞ് മോവാബ് പ്രദേശത്ത് അബാരീം പർവ്വതത്തിൽ നെബോ മലയിൽ വച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആയത്ത് 30. നബിയെ അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്തവും യഥാർത്ഥ പ്രകാരം ഓതിക്കൊടുക്കുക. അതായത് അവർ രണ്ടാളും ഒരു കുർബാൻ അഥവാ ബലികർമ്മം നടത്തിയ സന്ദർഭം. എന്നിട്ട് അവരിൽ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതുമില്ല. അവൻ പറഞ്ഞു, നിശ്ചയമായി ഞാൻ നിന്നെ കൊലപ്പെടുത്തും. അവൻ അഥവാ സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തിയുള്ളവരിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. 31. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ നേരെ നിന്റെ കൈ നീട്ടിയാൽ തന്നെ നിന്നെ കൊല ചെയ്യുവാൻ വേണ്ടി നിന്റെ നേരെ എൻ്റെ കൈ ഞാൻ നീട്ടുന്നവനേ അല്ല. നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. 32. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വ ഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. നിശ്ചയമായും ഞാൻ എൻ്റെ കുറ്റവും നിന്റെ കുറ്റവും കൊണ്ട് നീ മടങ്ങുവാൻ 2 കുറ്റവും നീ ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നീ നരകത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ടവനായിരിക്കുവാൻ അതാവട്ടെ അക്രമികളുടെ പ്രതിഫലവുമാകുന്നു. വിശദീകരണം ഇങ്ങനെയാണ്. വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നിലവിലുണ്ടായിരുന്നിട്ടും ഇസ്രായേല്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ശത്രുതയിൽ വർത്തിച്ചു വരുന്നതിനും നബിയെയും സ്വഹാബികളെയും നശിപ്പിക്കുവാൻ ഗൂഢതന്ത്രങ്ങൾ നടത്തിവരുന്നതിനുമൊക്കെ യഥാർത്ഥ കാരണം അവരുടെ അസൂയയാകുന്നു. അസൂയ ഹൃദയത്തിൽ കടന്നുകൂടിയാൽ അത് മനുഷ്യനെ ഏത് നികൃഷ്ട സ്വഭാവങ്ങൾക്കും കൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ആദിമകാലത്ത് സംഭവിച്ച ഒരു സംഭവം അള്ളാഹു ഉദ്ധരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം മക്കളിൽ കഴിഞ്ഞ ആ സംഭവത്തെപ്പറ്റി പല വാർത്തകളും കേട്ടുകേൾവികളും വേദക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. എങ്കിലും സത്യത്തിന് നിരക്കാത്ത പലതും അതിൽ കടന്നുകൂടിയിരുന്നതുകൊണ്ടായിരിക്കാം യഥാർത്ഥ മുറപ്രകാരം ആ വൃത്താന്തം അവർ ഓതിക്കൊടുക്കുക എന്ന മുഖവുരയോടുകൂടി അത് വിവരിക്കുന്നത്. സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വശത്തിന് അതിൽ അള്ളാഹു മുൻഗണന നൽകുകയും ചെയ്തിരിക്കുന്നു. ആദമിന്റെ 2 പുത്രന്മാർ ഓരോ ബലികർമ്മം നടത്തി. ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല. തന്റേത് സ്വീകരിക്കപ്പെടാതെ തന്റെ സഹോദരൻ്റേത് മാത്രം സ്വീകരിക്കപ്പെട്ടതിൽ അവന് സ്വീകരിക്കപ്പെടാത്തവന് അസൂയായി. അസൂയ നിമിത്തം സഹോദരനെ കൊലപ്പെടുത്തണം എന്നായി. അതവനോട് തുറന്നു പറയുക തന്നെ ചെയ്തു. എന്നാൽ ആ സഹോദരൻ ബലി സ്വീകരിക്കപ്പെട്ടവൻ അവനെപ്പോലെ ദുഷ്ടനായിരുന്നില്ല. അവൻ ഗുണകാംക്ഷയും ശാന്തതയും നിറഞ്ഞ മറുപടിയാണ് അതിന് നൽകിയത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭയഭക്തന്മാരിൽ നിന്നേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ.
നിനക്ക് സൂക്ഷ്മതയും ഭയഭക്തിയും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിന്റെ ബലി സ്വീകരിക്കപ്പെടാത്തത്. അതിൽ എന്നോട് അസൂയപ്പെടേണ്ടതില്ല. നിന്റെ നില നന്നാക്കലാണ് അതിനുള്ള പരിഹാരമാർഗം. അതിന് മുതിരാതെ എൻ്റെ കഥ കഴിക്കുവാൻ തന്നെയാണ് നീ ഒരുങ്ങുന്നതെങ്കിൽ അതുപോലെ അങ്ങോട്ടും ഒരുക്കം കൂട്ടുവാൻ ഞാൻ സന്നദ്ധനല്ല. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അവന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ഒരു പാപകൃത്യത്തിന് ഞാൻ ആളല്ല. നിനക്ക് ചെയ്തേ തീരൂ എന്നുണ്ടെങ്കിൽ ആ കുറ്റത്തിന്റെ പങ്ക് മുഴുവനും നീ തന്നെ സമ്പാദിച്ചു കൊള്ളട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പങ്കുവഹിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ആ കൃത്യം നീ ചെയ്തു കളഞ്ഞാൽ നീ നരകശിക്ഷയ്ക്ക് വിധേയനായി തീരുമെന്ന് നീ ഓർക്കണം. അതാണ് അക്രമകാരികൾക്ക് കിട്ടുവാനിരിക്കുന്ന ശിക്ഷ എന്നൊക്കെ ആ സഹോദരൻ അവനോട് ഉപദേശിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി ആദമിന്റെ 2 പുത്രന്മാർ ആരായിരുന്നു? ബലി ചെയ്തത് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? അത് സ്വീകരിക്കപ്പെട്ടതും സ്വീകരിക്കപ്പെടാത്തതും എങ്ങനെ അറിഞ്ഞു? ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കുകയില്ല എന്നിരിക്കെ എന്റെ കുറ്റവും നിന്റെ കുറ്റവുമായി നീ മടങ്ങുക, 2 കുറ്റവും നീ സമ്പാദിക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യമെന്ത് എന്നിവയെപ്പറ്റിയാണ് ആലോചിക്കുവാനുള്ളത്. ആദമിന്റെ 2 പുത്രന്മാർ എന്ന് പറഞ്ഞതിൽ നിന്ന് 2 പേരും അദ്ദേഹത്തിന്റെ നേരെ മക്കളായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. മിക്കവാറും എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു വരുന്നതും അങ്ങനെ തന്നെ. കൊല നടത്തിയ മകന്റെ പേർ ഖാബീൽ എന്നും കൊല്ലപ്പെട്ടവന്റെ പേർ ഹാബീൽ എന്നുമാണ് അറിയപ്പെടുന്നത്. മനുഷ്യർ എന്ന ഉദ്ദേശ്യത്തിൽ ആദമിന്റെ മക്കൾ എന്ന് പറയുക സാധാരണമാണല്ലോ. അതുപോലെ 2 മനുഷ്യന്മാർ എന്ന ഇവിടെ ഉദ്ദേശ്യമുള്ളൂവെന്നും ഇസ്രായേലിൽപ്പെട്ട 2 പേരായിരിക്കണം അവർ എന്നും ചുരുക്കം ചില വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തിനുള്ള പ്രധാന കാരണം അടുത്ത 2 വചനങ്ങളിൽ ഈ കൊലയെപ്പറ്റി വിവരിച്ച ശേഷം 35-ാം വചനത്തിൽ ഇക്കാരണ നിമിത്തമാണ് ഇസ്രായേലിൽ കൊലയ്ക്ക് പകരം കൊലശിക്ഷ നിശ്ചയിച്ചത് എന്ന് അല്ലാഹു പറയുന്നതാണ്. ഇത് അതിന് തക്കതായ ഒരു കാരണമാകുന്നില്ലെന്ന് അവിടെ വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, മൃതദേഹം മണ്ണിൽ മൂടി മറയ്ക്കുവാൻ പോലും ഘാതകൻ അറിഞ്ഞുകൂടാത്ത വിധം മനുഷ്യബുദ്ധിയും പരിചയവും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാലത്താണത് സംഭവിച്ചത് എന്ന് അടുത്ത വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നു. ഇസ്രായേലിയർക്കിടയിലോ മറ്റോ പിൽക്കാലത്ത് നടന്ന ഒരു സംഭവമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരുവാൻ ന്യായമില്ല. വിവരണത്തിൽ കുറച്ചൊക്കെ വ്യത്യാസത്തോടുകൂടിയാണെങ്കിലും ഈ വധസംഭവം ബൈബിളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആദമിന്റെയും ഹവ്വയുടെയും ആദ്യപുത്രന്മാരായ കയീനും അഥവാ കാബീലും അനുജൻ ഹാബീലുമാണ് ഇതിലെ കഥാപുരുഷന്മാരെന്നും കയീൻ ഹാബേലിനെ കൊന്നുവെന്നും അതിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി അധ്യായം 4. വേണ്ട, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം തന്നെ അതാണ് ശരിയെന്ന് കാണിച്ചു തരുന്നു. റസൂൽ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: ഏതൊരാളും അക്രമമായി കൊല്ലപ്പെടുന്ന പക്ഷം ആ രക്തം ചിന്തിയതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു പങ്ക് ആദമിന്റെ 1-ാമത്തെ പുത്രന്റെ മേൽ ഇല്ലാതിരിക്കുകയില്ല. കാരണം അവനാണ് കൊല നടപ്പിൽ വരുത്തിയവരിൽ 1-ാമത്തെ ആൾ. അവർ നടത്തിയ ബലികർമ്മം ഖുർബാൻ സംബന്ധിച്ച് തിട്ടമായി വല്ലതും പറയത്തക്ക തെളിവുകളൊന്നും നമുക്കില്ല. ഒരാൾ കർഷകനും അയാൾ ബലിക്ക് സമർപ്പിച്ചത് ധാന്യവുമായിരുന്നുവെന്നും മറ്റേയാൾ കാലികളെ പോറ്റുന്നവനും അയാൾ സമർപ്പിച്ചത് ആടുമായിരുന്നുവെന്നും ചില ഖുർആൻ വ്യാഖ്യാതാക്കളും ബൈബിളും പറഞ്ഞു കാണുന്നുവെന്ന് മാത്രം. ബലിക്ക് സമർപ്പിക്കപ്പെട്ട വസ്തു അഗ്നിയാൽ കരിക്കപ്പെട്ടു പോകുന്നതാണ് ബലികർമ്മം സ്വീകരിക്കപ്പെടുന്നതിന്റെ ലക്ഷണമെന്നും പറഞ്ഞു കാണുന്നു. പലതരം ബലികർമ്മങ്ങളെയും യോഗങ്ങളെയും കുറിച്ച് ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. ചിലതിനെ അഗ്നി കൊണ്ട് ചുട്ടുകരിക്കുന്നതായും ചിലത് മുകളിൽ നിന്ന് അഗ്നി ഇറങ്ങി കരിഞ്ഞു പോകുന്നതായും അതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇത് ശരിയായിരുന്നാൽ തന്നെയും തൗറാത്തിനും ഇസ്രായേല്യർക്കും എത്രയോ മുമ്പ് നടന്നതും മനുഷ്യ ചരിത്രത്തിൽ 1-ാമത്തേതുമായിരിക്കാവുന്നതുമായ ആ ബലികർമ്മം എങ്ങനെ നടന്നുവെന്ന് അനുമാനിക്കുവാൻ യാതൊരു മാനദണ്ഡവുമായി സ്വീകരിക്കാൻ വഴി കാണുന്നേയില്ല. ഒന്നും ഉറപ്പിച്ചു പറയുവാൻ ഹദീസിലോ മറ്റോ തെളിവുമില്ല. അതുപോലെ തന്നെ 2 പേരും ബലികർമ്മം നടത്തുവാൻ കാരണം എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് അജ്ഞാതമാണ്. സ്വീകാര്യമായ വല്ല തെളിവും കൂടാതെ കേവലം ചില കഥകളെ മാത്രം ആസ്പദമാക്കി വല്ലതും പറയുന്നത് ശരിയല്ലല്ലോ. അല്ലാഹു മൗനമവലംബിച്ച ആ വിഷയത്തെപ്പറ്റി നമുക്കും മൗനമവലംബിക്കാം. മനുഷ്യരിൽ അസൂയ കടന്നുകൂടുന്നതിന്റെയും അത് നിമിത്തം സംഭവിക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെയും പാഠങ്ങൾ മനസ്സിലാക്കുവാൻ അതൊന്നും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടെന്ന ആവശ്യവുമില്ലല്ലോ. എന്റെ കുറ്റവും നിന്റെ കുറ്റവും കൊണ്ട് നീ മടങ്ങുക എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരത്തിൽ വിവരിക്കപ്പെടാറുണ്ട്. ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കുകയില്ലെന്ന മൗലിക തത്വത്തിന് ബാഹ്യത്തിൽ എതിരായി തോന്നുന്നതാണ് ഈ വ്യത്യാസത്തിന് കാരണം. എന്നെ നീ കൊല്ലുന്ന പക്ഷം എന്നെ കൊല്ലുന്ന കുറ്റവും നിന്റെ ബലി സ്വീകരിക്കപ്പെടാതിരിക്കുമാർ നീ ചെയ്ത മറ്റു കുറ്റങ്ങളും നീ വഹിക്കേണ്ടി വരുമെന്നാണ് ഒരഭിപ്രായം. അക്രമത്തിന്റെ പ്രതികാര നടപടിയെന്ന നിലയ്ക്ക് പരലോകത്ത് വെച്ച് അക്രമിയുടെ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അക്രമത്തിന് വിധേയനായ ആൾക്ക് നൽകപ്പെടുമെന്നും
സൽക്കർമ്മങ്ങൾ പോരാതെ വരുന്ന പക്ഷം ആ കുറവ് തീരുന്നതുവരെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവന്റെ മേൽ ചുമത്തപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നിന്റെ മറ്റു കുറ്റങ്ങൾക്ക് പുറമെ എന്നെ കൊല്ലുന്നത് മൂലം എന്റെ കുറ്റങ്ങളും കൂടി നീ വഹിക്കേണ്ടതായി വരുമെന്നാണ് ആ വാക്കിന്റെ താൽപ്പര്യമെന്നത്രേ വേറൊരു അഭിപ്രായം. വേറെയും ചില അഭിപ്രായങ്ങൾ ഇല്ലാതില്ല. ആദ്യത്തെ അഭിപ്രായത്തിലാണ് കൂടുതൽ വ്യക്തത കാണുന്നത്. അല്ലാഹു അഅലം. അവസാനം സംഭവം എങ്ങനെ കലാശിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള വചനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. എന്നിട്ട് അവന്റെ അഥവാ ബലി സ്വീകരിക്കപ്പെടാത്തവന്റെ സഹോദരനെ കൊല്ലുന്നതിന് അവന്റെ മനസ്സ് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ അവനെ കൊല ചെയ്തു. ആകയാൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീർന്നു. ആയത്ത് 34. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. അപ്പോൾ ഭൂമിയിൽ മാന്തി കുഴിച്ചു നോക്കുന്ന ഒരു കാക്കയെ അല്ലാഹു അയച്ചു. തന്റെ സഹോദരന്റെ നഗ്നജഡം മൃതദേഹം മറവു ചെയ്യുന്നത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. അവൻ പറഞ്ഞു, എന്റെ കഷ്ടമേ, ഞാൻ ഈ കാക്കയെപ്പോലെ ആയിരിക്കുകയും അങ്ങനെ എന്റെ സഹോദരന്റെ നഗ്നജഡം മൃതദേഹം മറവു ചെയ്യുകയും ചെയ്യുവാൻ എനിക്ക് കഴിയാതായിപ്പോയോ. അങ്ങനെ അവൻ വേദക്കാരിൽ പെട്ടവനായി തീർന്നു. വിശദീകരണം ഇങ്ങനെയാണ്. അങ്ങനെ അവൻ വേദക്കാരിൽ എന്നല്ല ഖേദക്കാരിൽ അഥവാ ദുഃഖിതരിൽ പെട്ടവനായി തീർന്നു. 33-34 ആയത്തുകളുടെ വിശദീകരണം ഇപ്രകാരമാണ്. അതെ, കുറെ മനപ്രയാസത്തോടുകൂടിയാണെങ്കിലും അവസാനം തന്റെ സഹോദരനെ കൊലപ്പെടുത്തുവാൻ തന്നെ അവൻ തീരുമാനിച്ചു. ആ കൊടും പാതകം ചെയ്യുക തന്നെ ചെയ്തു. അങ്ങനെ നിർദോഷിയും ഗുണകാംക്ഷിയുമായിരുന്ന തന്റെ ഏകോദര സഹോദരൻ അവന് നഷ്ടപ്പെട്ടു. പരലോക നഷ്ടമാകട്ടെ ഏറ്റവും വമ്പിച്ചതും. അവിവേകം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അന്തം വിടുകയുണ്ടായി. സഹോദരന്റെ മൃതദേഹം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. മുമ്പൊരു സംഭവം ഇതുപോലെ മനുഷ്യൻ കാണുകയുണ്ടായിട്ടില്ല. മൃതദേഹം മറയ്ക്കുവാനുള്ള മാർഗം അല്ലാഹു തന്നെ അവന് അല്ല മനുഷ്യവർഗത്തിന് കാട്ടിക്കൊടുത്തു. ഒരു കാക്ക നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുവാൻ അവൻ തോന്നിപ്പിച്ചു. അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു കുഴിയുണ്ടാക്കി സഹോദരന്റെ മൃതദേഹം അതിൽ മറച്ച് മൂടാമെന്ന് അവൻ മനസ്സിലാക്കി. അനുഭവത്തിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പാഠം പഠിച്ചു. അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പാഠം പഠിച്ചതുകൊണ്ടാണല്ലോ മനുഷ്യബുദ്ധി വളരുന്നത്. കാക്കയുടെ പ്രവൃത്തി കണ്ടപ്പോൾ അയ്യോ, ഞാൻ ഇത്ര വിഡ്ഢിയായല്ലോ, ഈ കാക്കയുടെ അത്ര പോലും ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ എന്നായി. തന്റെ അവിവേകത്തിലും തീരാനഷ്ടത്തിലും അവൻ ഖേദക്കാരനായിത്തീർന്നു. മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണിത്. ദീർഘദൃഷ്ടിയും വീണ്ടു വിചാരവുമില്ലാതെ അപ്പപ്പോൾ ഉണ്ടായിത്തീരുന്ന വികാരങ്ങൾക്ക് അധീനപ്പെട്ടു വല്ല കൊടും കൃത്യങ്ങളും പ്രവർത്തിച്ചു കഴിയുമ്പോഴേക്കും അയ്യോ പറ്റിപ്പോയല്ലോ, ഇനി എന്തു വേണം എന്നൊക്കെ സ്വയം അപലപിക്കുകയും ചെയ്യുക. ഈ ദുസ്വഭാവത്തിന് വശംവദരാകാതിരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് ഈ സംഭവ വിവരണത്തിൽ നിന്നും നാം പഠിക്കേണ്ടതുണ്ട്. കോപം, അസൂയ മുതലായവയിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവരത്രേ ധീരന്മാരും മാന്യന്മാരും. അതാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാട്ടുന്നത്. മൽപിടുത്തത്തിൽ വീഴ്ത്തുന്നത് കൊണ്ടല്ല ഊക്കനാകുന്നത്. കോപിക്കുമ്പോൾ തന്നെ താൻ അധീനപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ശക്തവാൻ. ഈ 2 സഹോദരന്മാർ ഇസ്രായേൽ ജനതയിൽപ്പെട്ടവരായിരുന്നുവെന്ന അഭിപ്രായത്തിന് നിരക്കാത്തതാണല്ലോ കാക്കയെപ്പറ്റിയുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന. കാരണം ഇസ്രായേല്യരുടെ കാലക്കാർക്ക് മൃതദേഹം ഭൂമിയിൽ കുഴിമാന്തി മറയ്ക്കുന്നതിനെപ്പറ്റി അറിയുകയില്ലെന്ന് വരുവാൻ ഒട്ടും ന്യായമില്ല. അതുകൊണ്ട് കാക്കയെക്കുറിച്ച് അള്ളാഹു നൽകിയ വിവരണത്തിന്റെ സാരം ചില ആധുനിക തൽപരന്മാർ ഇപ്രകാരവും വ്യാഖ്യാനിച്ചു കാണുന്നു. ഇത്തരം ഭയങ്കര കൃത്യങ്ങൾ ചെയ്താൽ പരിഭ്രമിച്ചു പോകലും മേലിൽ എന്തു ചെയ്യണമെന്ന് തോന്നാതെ സ്തംഭിച്ചു നിൽക്കലും സാധാരണമാണ്. അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഒരു കാക്ക വന്ന് നിലത്ത് മാന്തുന്നത് ഘാതകൻ കണ്ടു. അപ്പോഴാണ് അയാൾക്ക് തോന്നിയത് എന്നല്ലാതെ ഭൂമിയിലെ 1ാമത്തെ കൊല സംഭവമായിരുന്നു ഇതെന്നും മറവു ചെയ്യുന്ന സമ്പ്രദായം അറിയാമായിരുന്നില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല.
ഇവർ ഈ പറഞ്ഞതും അള്ളാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രസ്താവിച്ച വാക്കുകളും തമ്മിൽ എത്ര അകലം. അള്ളാഹു ഒരു കാക്കയെ അയച്ചു എന്നും അവന്റെ സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന് അവൻ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയാണത് എന്നും അള്ളാഹു പറയുന്നു. ഈ കാക്കയെപ്പോലെ ആയി എന്റെ സഹോദരന്റെ മൃതദേഹം മറയ്ക്കുവാൻ എനിക്ക് കഴിയാതായോ, കഷ്ടം എന്ന് ഘാതകനും പറയുന്നു. അതേസമയത്ത് ഇവർ പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, കാക്കയുടെ മാന്തൽ യാദൃശ്ചികമായി ഒത്തുകൂടിയതാണ്, അപ്പോഴേ ഘാതകന് മൃതദേഹം മറയ്ക്കുന്ന കാര്യം ഓർമ്മ വന്നുള്ളൂ എന്ന്. ഇത് കേവലം ബാലിശമായ ഒരു ദുർവ്യാഖ്യാനമായി പോയി എന്നേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനീ ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا وَلَقَدْ جَاءَتْهُمْ رُسُلُنَا بِالْبَيِّنَاتِ ثُمَّ إِنَّ كَثِيرًا مِّنْهُمْ بَعْدَ ذَلِكَ فِي الْأَرْضِ لَمُسْرِفُونَ. അർത്ഥം ഇങ്ങനെയാണ്: അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം രേഖപ്പെടുത്തി, ഒരു ദേഹത്തിനെ കൊല ചെയ്തതിനോ അല്ലെങ്കിൽ ഭൂമിയിൽ വല്ല കുഴപ്പത്തിനോ പകരം അല്ലാതെ ആരെങ്കിലും ഒരു ദേഹത്തെ കൊലപ്പെടുത്തിയാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊല ചെയ്തതുപോലെയാകുന്നു എന്ന്. ആരെങ്കിലും അതിനെ ഒരു ദേഹത്തെ ജീവിപ്പിക്കുന്നതായാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാകുന്നുവെന്നും നമ്മുടെ റസൂലുകൾ വ്യക്തമായ തെളിവുകളുമായി അവർക്ക് ചെല്ലുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷവും അവരിൽ നിന്ന് വളരെ ആളുകൾ ഭൂമിയിൽ അതിര് കവിഞ്ഞവർ തന്നെയാകുന്നു. വിശദീകരണം: മേൽ കണ്ടതുപോലെ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയ ആരംഭകാലം മുതൽക്കു തന്നെ കൊലപാതകം ഭൂമിയിൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണമാണെങ്കിൽ അവിവേകവും ദുർവികാരവുമായിരിക്കും. അതിന്റെ ഭവിഷ്യത്താകട്ടെ അതിഭയങ്കരവും. ആകയാൽ ന്യായമായ കാരണം കൂടാതെ ഒരാളെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടോ ഭൂമിയിൽ വല്ല കുഴപ്പവും ഉണ്ടാക്കുന്നതിന്റെ ശിക്ഷയായിട്ടോ അല്ലാതെ ഒരാൾ കൊല്ലുന്നത് മനുഷ്യരെ മുഴുവൻ കൊല്ലുന്നത് പോലെ അത്രയും ഗൗരവപ്പെട്ട ഒരു മഹാപാതകമാണെന്നും, നേരെ മറിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുന്നത് പോലെ അത്രയും മഹത്തായ ഒരു പുണ്യകർമ്മമാണെന്നും അള്ളാഹു ഇസ്രായേല്യർക്ക് രേഖപ്പെടുത്തി കൊടുത്തു. അതിനും പുറമെ വേണ്ടത്ര തെളിവുകൾ സഹിതം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായി വളരെ റസൂലുകളും അവരിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാമായിട്ടും അവരിൽ പലരും പിന്നെയും തോന്നിയവാസവും നിയമലംഘനവും വഴി അതിരുവിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വചനത്തിലടങ്ങിയ ആശയം. ഒരു മതഗ്രന്ഥത്തിന്റെയും നിയമസംഹിതയുടെയും അനുയായികളായി അറിയപ്പെട്ട സമുദായങ്ങളിൽ ഒന്നാമത്തെ സമുദായം ഇസ്രായേൽ സമുദായമാണല്ലോ. മറ്റേതു സമുദായത്തെക്കാളും അധികം ഖുർആനിൽ പരാമർശങ്ങളുള്ളതും അവരെക്കുറിച്ച് തന്നെ. അവരെക്കുറിച്ച് സംസാരിച്ച് വരുന്ന മധ്യയാണ് ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചതും. അതുകൊണ്ടാണ് അക്കാരണത്താൽ ആദമിന്റെ പുത്രന്മാർ മുതൽക്ക് തന്നെ മനുഷ്യവധം ഭൂമിയിൽ ആരംഭിച്ചുവെന്ന കാരണത്താൽ ഇസ്രായേല്യർക്ക് അങ്ങനെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാതെ ഇസ്രായേല്യരിൽപ്പെട്ട 2 സഹോദരന്മാരിൽ നടന്ന ഒരു കൊലപാതകം നിമിത്തമാണ് ഇസ്രായേല്യരിൽ കൊലക്കുറ്റം നിഷിദ്ധമാക്കിയത് എന്നോ കൊലക്കുറ്റത്തിന്റെ ഗൗരവം അവരെ അറിയിക്കേണ്ടി വന്നതെന്നോ ഇസ്രായേല്യർക്ക് മുമ്പ് ലോകത്ത് കൊലപാതകം നടത്തിയിട്ടില്ലെന്നോ ഇസ്രായേല്യരുടെ മുമ്പ് മനുഷ്യവധം ഒരു വമ്പിച്ച കുറ്റമായി നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം. ഇസ്രായേല്യരിൽ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട നിയമപരമായ വശത്തെക്കുറിച്ചുമല്ല ഈ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. കൊലക്കുറ്റം അടക്കമുള്ള കയ്യേറ്റങ്ങളിൽ തൗറാത്തിലെ നിയമം എന്തായിരുന്നുവെന്ന് താഴെ 48-ാം വചനത്തിൽ വേറെ തന്നെ അള്ളാഹു പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട്. പ്രതികാര നടപടിയെന്ന നിലയ്ക്കോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെയുള്ള മനുഷ്യവധത്തെപ്പറ്റിയാണ് അള്ളാഹു ഈ വചനത്തിൽ പ്രസ്താവിച്ചത്. ആ 2 തരത്തിലുള്ള വധവും ആക്ഷേപാർഹമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു.
പ്രതിക്കൊലയെ സംബന്ധിച്ച വിവരങ്ങൾ സൂറത്തുൽ ബഖറ 178-79 വചനങ്ങളിൽ മുമ്പ് കഴിഞ്ഞുപോയി. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് സംബന്ധിച്ച വിവരം അടുത്ത ആയത്തിൽ വരുന്നുമുണ്ട്. ഇനി ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്നതുപോലെയാണെന്നും ഒരാളെ ജീവിപ്പിച്ചാൽ എല്ലാവരെയും ജീവിപ്പിച്ചതുപോലെയാണെന്നും പറഞ്ഞതിന്റെ സാരമെന്താണെന്ന് നോക്കാം. മേൽ പ്രസ്താവിച്ച രണ്ട് കാര്യങ്ങൾ പ്രതിക്രിയയും കുഴപ്പമുണ്ടാക്കലും അല്ലാതെ കൊലപാതകത്തിന് ന്യായീകരണമില്ല. അപ്പോൾ നിർദോഷിയായ ഒരു ജീവനെ അന്യായമായി നശിപ്പിക്കുവാൻ മുതിരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി വന്നാൽ ആരെയും കൊല്ലാമെന്നുള്ള നിലപാടാണല്ലോ ഉള്ളത്. മറിച്ച് ഒരാളെ മരണഹേതുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയോ കൊലപ്പെടുത്തുവാനോ ഉള്ള പ്രേരണയും അവസരവും ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാതെ ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരുടെ ജീവനും പരിശുദ്ധമായിരിക്കുന്നതുമാണ്. കഴിവതും എല്ലാവരെയും രക്ഷപ്പെടുത്തുവാനുള്ള മനസ്ഥിതിയും അവനുണ്ടായിരിക്കും. നിർദോഷിയായ ഒരാളെ കൊല ചെയ്ത ഘാതകനെ ജനങ്ങൾ വെറുപ്പോടും സംശയത്തോടും കൂടിയല്ലാതെ വീക്ഷിക്കാതിരിക്കുന്നതും ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയാളെ സന്തോഷത്തോടും സൽപ്രതീക്ഷയോടും കൂടി വീക്ഷിച്ചു വരുന്നതും അതുകൊണ്ടാണ്. ഒരു സത്യവിശ്വാസിയെ കൽപ്പിച്ചുകൂട്ടി കൊലപ്പെടുത്തുന്നവന്റെ പ്രതിഫലം ശാശ്വതമായ നരകശിക്ഷയാണെന്നും അള്ളാഹു അവന്റെ നേരെ കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്യുമെന്നും അവന് വമ്പിച്ച ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ടെന്നുമൊക്കെ സൂറത്തുൻ നിസാ 93 അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കൊലപാതകത്തിന്റെ ഗൗരവം കാണിക്കുന്നതാണ് ഈ പ്രസ്താവനയും. എന്നല്ലാതെ ഒരാളെ കൊന്നവന്റെ മേൽ എല്ലാവരെയും കൊന്നതുപോലെയുള്ള നിയമപരമായ ശിക്ഷാ നടപടി എടുക്കേണ്ടതുണ്ടെന്നോ ഒരാളെ രക്ഷപ്പെടുത്തിയവന് എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനുള്ള പാരിതോഷികം നൽകണമെന്നോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വല്ലാഹു തആല അഅലം. ആയത്ത് 36. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. 36 വചനം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തീർച്ചയായും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പത്തിന് പരിശ്രമം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം അവർ നിർദ്ദയം കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ തന്നെ ആകുന്നു. അല്ലെങ്കിൽ ഒന്നൊന്നിന് എതിരിൽ നിന്നായി അവരുടെ കൈകളും കാലുകളും മുറിച്ചു കളയപ്പെടുകയോ സ്വന്തം ഭൂമിയിൽ നിന്നവർ നാടുകടത്തപ്പെടുകയോ തന്നെയാകുന്നു. അതവർക്ക് ഇഹത്തിൽ ഒരു അപമാനമായിരിക്കും. അവർക്ക് പരലോകത്തിലാവട്ടെ വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും. 37. ഇല്ലല്ലദീന താബൂ മിൻ ഖബ്ലി അൻ തഖ്ദിറൂ അലൈഹിം ഫഅലമൂ അന്നല്ലാഹ ഗഫൂറുർ റഹീം. അവരുടെ മേൽ നടപടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പായി പശ്ചാത്തപിച്ചവരൊഴികെ. എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നുവെന്ന്. വിശദീകരണം. ശിക്ഷാക്രമം വിവരിച്ചപ്പോൾ യുഖ്തലു, യുസ്ലബു, തുഖത്തഅ എന്നിങ്ങനെ സാധാരണ ക്രിയാരൂപങ്ങൾ ഉപയോഗിക്കാതെ യുഖ്തലു, യുസ്വല്ലബു, തുഖത്തഅ എന്നിങ്ങനെയാണ് ഈ ക്രിയകൾ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ കൊല്ലുകയും ക്രൂശിക്കുകയും കൈകാൽ മുറിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ദയവും അവരോട് കാണിക്കേണ്ടതില്ലെന്നും ശിക്ഷാ നടപടികൾ നിഷ്കരുണ നടപ്പിൽ വരുത്തണമെന്നുമാണ് ഈ ക്രിയാരൂപങ്ങൾ കാണിക്കുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും പോരാടുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ധാർമ്മിക വ്യവസ്ഥകൾക്കെതിരെ അക്രമങ്ങളും സമരങ്ങളും നടത്തുക എന്നത്രേ. ഇസ്ലാമിക ഭരണത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തപ്പെടുന്ന അട്ടിമറി പ്രവർത്തനങ്ങളും കൊള്ള, കൊല, കവർച്ച മുതലായ ഭീകര പ്രവർത്തനങ്ങളും നടത്തുന്ന എല്ലാവരുടെയും നേരെ ഭരണാധികാരികൾ കൈക്കൊള്ളേണ്ടുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവർ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യക്തിയെന്നോ സംഘമെന്നോ ഏത് കക്ഷിയെന്നോ ഉള്ള വ്യത്യാസം നോക്കേണ്ടതില്ല. തുരപ്പൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന കപടവിശ്വാസികളെപ്പറ്റി സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു: അവൻ തിരിഞ്ഞുപോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാനും വിളയും സന്തതിയും നശിപ്പിക്കുവാനും അവൻ അതിൽ പരിശ്രമം നടത്തുകയായി.
അള്ളാഹു കുഴപ്പത്തെ ഇഷ്ടപ്പെടുകയില്ലതാനും. കൊലപ്പെടുത്തുക, ക്രൂശിക്കുക, ഒരു വശത്തെ കൈയും മറ്റേ വശത്തെ കാലും എന്ന നിലയ്ക്ക് കൈകാലുകൾ മുറിക്കുക, നാട് കടത്തിവിടുക എന്നീ നാലിലേതെങ്കിലും ഒരു ശിക്ഷാ നടപടിയാണ് അവരുടെ നേരെ സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് മാത്രമേ അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളൂ. ഇവയിൽ ഇന്നിന്ന നടപടി ഇന്നിന്ന തരത്തിലുള്ളവർക്കാകണമെന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല. കുറ്റത്തിന്റെ സ്വഭാവവും ഭരണാധികാരിയുടെ അഭിപ്രായവും അനുസരിച്ച് ഇവയിൽ കൂടുതൽ യുക്തമായി തോന്നുന്ന നടപടി സ്വീകരിക്കാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചെയ്ത പ്രസ്താവനയുടെ ചുരുക്കം ഇപ്രകാരമാണ്. ഈ ആയത്തിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അബൂ ത്വൽഹ പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും വന്ന് ആയുധമേന്തുകയും വഴിപോക്കരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നതായാൽ മുസ്ലിങ്ങളുടെ ഭരണനേതാവിന് അവരെ പിടികിട്ടുന്ന പക്ഷം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വേണമെങ്കിൽ അവരെ കൊലപ്പെടുത്താം, വേണമെങ്കിൽ ക്രൂശിക്കാം, വേണമെങ്കിൽ കയ്യും കാലും മുറിക്കാം. ഇപ്രകാരം തന്നെയാണ് സഈദ് ബിൻ മുസയ്യബ്, മുജാഹിദ് റഹ്മത്തുള്ളാഹ്, അത്വാ, ഹസൻ അൽ ബസ്രി, ഇബ്രാഹിം അൻ-നഖഈ, ളഹാഖ് റളിയല്ലാഹു അൻഹും എന്നിവരും പറഞ്ഞിരിക്കുന്നത്. അവരിൽ നിന്നുള്ള റിവായത്തുകളെല്ലാം ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക്കിൽ നിന്നും അദ്ദേഹം അതുപോലെ ഉദ്ധരിച്ചിരിക്കുന്നു. ഈ വചനത്തിലുള്ള പോലെ ഔ എന്ന അവ്യയം ചേർത്ത് പറഞ്ഞിട്ടുള്ള 5-ാം അധ്യായം 98-ാം വചനം, 2-ാം അധ്യായം 196-ാം വചനം, 5-ാം അധ്യായം 92-ാം വചനം മുതലായ ആയത്തുകളിൽ പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ അതേ അവ്യയം ഉപയോഗിച്ചു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ അഭിപ്രായത്തിനുള്ള പിൻബലം. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അടുക്കൽ ഈ ശിക്ഷാ നടപടികൾ ഓരോന്നും ഓരോ അവസരങ്ങളിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നത്രേ. അതായത് ആളുകളെ കൊല്ലുകയും ധനം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളവരെ കൊല്ലുകയും ക്രൂശിക്കുകയും വേണം. ധനം പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ കുരിശിൽ കയറ്റേണ്ടതില്ല. ധനം എടുത്ത് കൊല ചെയ്തിട്ടില്ല എങ്കിൽ കൈകാലുകൾ മുറിക്കണം. വഴിപോക്കരെ ഭീതിപ്പെടുത്തി ധനം എടുത്തിട്ടില്ല എങ്കിൽ നാട് കടത്തണം എന്നൊക്കെ മേൽ പ്രസ്താവിച്ച ചില മഹാന്മാരിൽ നിന്നും മുൻഗാമികളായ വേറെ പലരിൽ നിന്നും ഇങ്ങനെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. കുരിശിലിടുന്നത് ജീവനോടെ ആകാമോ, അതല്ല മൃതദേഹം ജനങ്ങൾ കാണത്തക്ക വിധം കുരിശിൽ തൂക്കിയാൽ മതിയോ എന്നതിലും ഭിന്നാഭിപ്രായമുണ്ട്. വിശദാംശങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണിത്. ആയത്തിന്റെ വാചകരീതിയും മേൽക്കണ്ടതുപോലെ പണ്ഡിതാഭിപ്രായങ്ങളും ആ അഭിപ്രായങ്ങൾക്കുള്ള ന്യായങ്ങളും എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതാണ്: കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം കൂടി പരിഗണിച്ചുകൊണ്ട് ഭരണാധിപന് കൂടുതൽ അനുയോജ്യമായി കാണുന്ന നടപടി ഏതാണോ അത് സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വല്ലാഹു ആലം. ഇതെല്ലാം കേവലം ഐഹികമായ ശിക്ഷകൾ മാത്രമാണ്. അത്തരം അക്രമപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അപമാനിക്കുകയും നിന്ദിക്കുകയുമാണ് അതിന്റെ ലക്ഷ്യം. അഥവാ മേലിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവർക്കോ മറ്റുള്ളവർക്കോ ധൈര്യം തോന്നാതിരിക്കുവാൻ വേണ്ടിയാണത്. ഇതുകൊണ്ട് പരലോക ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒഴിവ് ലഭിക്കുവാൻ പോകുന്നില്ല. അവിടെ വെച്ച് വമ്പിച്ച ശിക്ഷ ഇതിനു പുറമെയും വേറെയും അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു അറിയിക്കുന്നു. പക്ഷെ അവർ എന്തുതന്നെ അക്രമം നടത്തിയിരുന്നാലും അവരെ പിടികൂടുവാൻ കഴിയുന്നതിന് മുമ്പായി അവർ സ്വയം ഖേദിച്ച് മടങ്ങി കീഴടങ്ങുന്ന പക്ഷം അവരുടെ മേൽ ശിക്ഷാ നടപടി എടുക്കേണ്ടതില്ലെന്നും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കുമെന്നും 2-ാമത്തെ വചനത്തിൽ അറിയിക്കുന്നു. ആരെയും വൃഥാ ശിക്ഷിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ലല്ലോ. ജനായത്തം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെയും അക്രമ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമെന്നും അല്ലാത്തതെന്നും വേർതിരിക്കുകയും രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന കൊള്ള, കൊല മുതലായവയ്ക്ക് ശിക്ഷയിൽ ലഘൂകരണം ചെയ്യപ്പെടുന്ന സമ്പ്രദായം ഇന്ന് മിക്ക നാടുകളിലും ഉള്ളതാണ്. ഇതുമൂലം പൊതുജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും നഷ്ടങ്ങളും ഇന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇസ്ലാമിൽ ഇങ്ങനെയൊരു വിഭജനമില്ല തന്നെ. ഈ വിഭജനത്തിന് യുക്തിയുടെയോ നീതിയുടെയോ ധാർമ്മികതയുടെയോ പിൻബലമില്ലാത്തതാണ്. കക്ഷികളുടെ അധികാരമോഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കിരാത നിയമം മാത്രമാണിത്. രാഷ്ട്രീയമായി പുരോഗമിച്ച നാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഇത്തരം വികൃത നിയമങ്ങൾ അധികവും കാണുന്നത്. അതിന്റെ ഫലമോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷയില്ലാത്ത വിധം അസമാധാനവും നാട്ടിൽ അരാജകത്വവും. മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ച് മനുഷ്യരെക്കാൾ അറിയുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിന് ഇഹത്തിലും പരത്തിലും സമാധാനം നൽകുകയുള്ളൂ. ഈ വചനത്തിൽ പ്രസ്താവിച്ച ശിക്ഷാ നടപടി എടുക്കേണ്ടി വന്ന ഒരു സന്ദർഭം നബിയുടെ കാലത്തുണ്ടായി. ഉക്കൽ, ഉറൈന എന്നീ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അവർ ആരോഗ്യമില്ലാത്തവരായിരുന്നു. വയറ് തടിക്കുകയും ശരീരം മഞ്ഞവർണ്ണമായിത്തീരുകയും ചെയ്തിരുന്നു. അവർക്ക് മദീനയിലെ പ്രകൃതി പിടിക്കാതിരുന്നപ്പോൾ
അവരോട് ബൈത്തുൽ മാൽ പൊതുഭണ്ഡാരം വക ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഇടയന്റെ ഒന്നിച്ച് വെളിയിൽ പോയി താമസിക്കുവാനും ഭക്ഷണത്തിന് അവയുടെ പാലും ചികിത്സയ്ക്ക് അവയുടെ മൂത്രവും ഉപയോഗിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അവിടെ വെച്ച് അവരുടെ ആരോഗ്യനില നന്നായിത്തീർന്നപ്പോൾ അവർ നബിയുടെ മേക്കാരനെ മൃഗീയമാം വിധം കൊല്ലുകയും ഒട്ടകങ്ങളുമായി കടന്നുകളയുകയും ചെയ്തു. വിവരമറിഞ്ഞപ്പോൾ അവരെ തെരഞ്ഞുപിടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. കണ്ടുകിട്ടിയ ശേഷം അവരുടെ കൈകാലുകൾ മുറിക്കുവാനും കണ്ണുകുത്തുവാനും നബി കൽപ്പിച്ചു. അങ്ങനെ അവർ വെയിലത്ത് കിടന്ന് ചാവുകയാണുണ്ടായത്. ഈ സംഭവം പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അംഗച്ഛേദം ചെയ്തു കൊല്ലുന്നതും കൊല്ലപ്പെട്ട ശരീരത്തെ അംഗഭംഗം വരുത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത് പ്രസിദ്ധമാണ്. എന്നാൽ അവരോട് ഇത്രയും നിഷ്കരുണം പെരുമാറാൻ കാരണം അവർ ചെയ്ത നന്ദികേടോ വിശ്വാസവഞ്ചനയോ അല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയനെ കൈകാലുകൾ മുറിക്കുകയും കണ്ണുകുത്തുകയും ചെയ്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയിരുന്നത്. ഇതാണതിന്റെ കാരണമെന്ന് ഹദീസിന്റെ ചില മാർഗങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു.